എന്നോട് പലരും കമൻറ്റ് ചോദിച്ചിരുന്നു എൻ്റെ പേരും എൻ്റെ പ്രൊഫഷനും ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ഡോക്ടർ ബെറ്റി. സ്നേഹത്തോടെ നാട്ടുകാരെന്നെ വിളിക്കുന്നത് ബെറ്റി ഡോക്ടർ എന്നാണ്. കഴിഞ്ഞ 33 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെൻറ്റിസ്റ്റാണ് ഞാൻ. കുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോയപ്പോൾ, പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഫ്രീ ടൈം ഒത്തിരിയായി. അങ്ങനെ ഇരിക്കുകയാണ് കൊറോണയും കൂടെ വന്നത്. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ സമയത്തെ എങ്ങനെ എൻഗേജ്ഡ് ആക്കാമെന്ന് ആലോചിച്ചു. അപ്പോൾ ചൊട്ടയിലുള്ളത് ചുടല വരെ എന്നാണല്ലോ. ഞാൻ കണ്ടതും വളർന്നതും പഠിച്ചതുമൊക്കെ ഒരു നാട്ടും പ്രദേശത്താണ്. അങ്ങനെ കിട്ടിയ എൻ്റെ ഫ്രീ ടൈമിനെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ഫാം. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വെണ്ടയും വഴുതനയും ഒക്കെ എൻ്റെ ഫ്രീ ടൈമിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ജോലി ഞാൻ വിട്ടിട്ടില്ല. ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റാണ്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 6 വരെ ഞാൻ ക്ലിനിക്കിൽ എപ്പോഴും അവൈലബിളാണ്. ഞങ്ങളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഞങ്ങളുടെ ഫാം. സെപ്പറേറ്റ് ഗേറ്റ് വെച്ച് നമ്മൾ അകത്തേക്ക് ഫാമിലേക്ക് എൻ്റർ ചെയ്യും. ഈ ലെഫ്റ്റ്, ബാക്ക്, റൈറ്റ്, വീടിൻ്റെ എല്ലാ സൈഡുകളും, ഫ്രണ്ട് ഒഴികെ എല്ലാ സൈഡുകളിലും പച്ചക്കറികളാണ്. അങ്ങനെ എൻ്റെ ഫാമൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ വന്നപ്പം ഇതിനൊരു പേര് വേണമല്ലോ. അങ്ങനെ ഞാനിട്ട പേരാണ് ജോസ് ഫാം. എൻ്റെ ചോക്കുട്ടിൻ്റെ പേരാണ് ഞാൻ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫാമിൻ്റെ എൻട്രിയാണ്. പക്ഷേ ഫാമിലേക്ക് നമ്മളുടെ അറിവോ സമ്മതമോ കൂടാതെ ആർക്കും കയറാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരാൾ കാവലായിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവനാണ് ജോസ് ഫാമിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ഏറ്റെടുത്തിരിക്കുന്നയാൾ, എൻ്റെ ചാർലിക്കുട്ടൻ. ഇവൻ്റെ സാമ്രാജ്യമാണിവിടെ. ഒരു പച്ചക്കറി പോലും ഇവൻ നശിപ്പിക്കില്ല. ഇവനറിയാതെ ഒരീച്ച പോലും ഇതിനകത്തോട്ട് കടക്കുകയില്ല. ഈ ഫാമിൽ ചാർലി ഇങ്ങനെ ഫ്രീ ആയിട്ട് വരസുവാണ്. മഴ വരുകയോ ഉറക്കം വരുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാർലി അവൻ്റെ കൂട്ടിൽ കയറി കിടന്നോളും. അവൻ്റെ ഒരു ഫ്രീ സ്പേസാണിത്. അവൻ്റെ സാമ്രാജ്യമാണ്. ഈ ഒരു ഫാമിൻ്റെയും ഇങ്ങനെ ഇത്രയായി നിൽക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. എൻ്റെ ഈ കോഴിക്കൂട്ടിൽ നിന്ന് കോഴികളെ വളർത്തി തുടങ്ങി. അപ്പോൾ വേസ്റ്റ് പ്രശ്നമായി. അത് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബയോഗ്യാസ് വെച്ചത്. അപ്പോൾ ബയോഗ്യാസ് വെച്ചപ്പോൾ എന്തായി, സ്ലറി കിട്ടിത്തുടങ്ങി. ആ സ്ലറി വെറുതെ കളയാൻ കഴിയാലാഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി പച്ചക്കറി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്ന് ഇപ്പം ഇത് ഇത്രയും വലിയൊരു ഫാമായി മാറി. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. എന്തിനും ഏതിനും ഒരു തുടക്കം ആവശ്യമാണല്ലോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ തുടക്കം. അങ്ങനെ കോഴി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ബയോഗ്യാസുമായിട്ട് കണക്ട് ചെയ്തു. ഒരു കോഴിയുടെ കാഷ്ടം പോലും താഴെ വീഴാൻ നമ്മൾ സമ്മതിക്കില്ല. വെളിയിലോട്ടും പോകില്ല. ഈ ട്രേയിൽ ഇവിടെ ഒരു മെറ്റൽ ട്രേ വെച്ചിട്ടുണ്ട്. അതിൽ കളക്ട് ചെയ്യുന്നു. അത് നമ്മൾ ഈ പാത്തി വഴി താഴേക്ക് ഒഴിച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സാക്കി ഈ ഡ്രമ്മിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു വേസ്റ്റ് ഡിസ്പോസലിനുള്ള സ്ഥലമായി കഴിഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമുക്ക് കിച്ചണിലേക്ക് ഗ്യാസ് കിട്ടും. ഗ്യാസ് ഈ ട്യൂബ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. പിന്നെ സ്ലറി കിട്ടും. ഈ സ്ലറി ഡൈല്യൂട്ട് ചെയ്താണ് നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നു. ഇതാണ് ഗ്യാസിൻ്റെ ട്യൂബ്. ഇതാണ് സ്ലറി താഴെ വീഴുന്നത്. അപ്പോൾ കിച്ചൺ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും ഇതൊരു ഈസി മാർഗ്ഗമാണ്. ഇതിലേക്കാണ് കിച്ചൻ്റെ വേസ്റ്റ് നമ്മൾ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. നമ്മുടെ കോഴിക്കൂടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വശത്താണ് വെണ്ട, വഴുതന, പിന്നെ പയറ്, നിത്യവഴുതന, പിന്നെ കുക്കുമ്പർ, ഇത്ര സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഉള്ള ഭിത്തികളിലാണ് നമ്മൾ ക്രീപ്പേഴ്സായ കുക്കുംബറും പയറും നിത്യവഴുതനയും, പിന്നെ ഇവിടെ പാവലും പടവലും പിന്നെ മത്തനും, ഇത്രയും പേരെ കയറ്റിവിട്ടിരിക്കുന്നത് ഈ സൈഡിൽ കൂടെ ഉള്ള നമ്മുടെ ഈ വോളിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയയിലാണ്. ഒരിഞ്ച് ഭൂമി പോലും വെറുതെ കളയാതെ നമ്മൾ ഈ വലിയ വോളിനോട് ചേർന്ന് തന്നെ മണ്ണിട്ട് ആ സ്ഥലം കൃഷിക്ക് ആവശ്യമായ രീതിയിൽ റെഡിയാക്കിയെടുത്തു. എന്നിട്ട് മുകളിലോട്ട് പന്തൽ കെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പന്തൽ കെട്ടി എല്ലാവരെയും കയറ്റി വിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുക്കുംബർ, മത്തൻ, പയറ്, അങ്ങനെയുള്ള വള്ളിച്ചെടികളെല്ലാം ഇവിടെയാണ്. നല്ല വെയിൽ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഏരിയയിലാണ് നമ്മുടെ
വെണ്ട നിൽക്കുന്നതും വഴുതന നിൽക്കുന്നതും തക്കാളി നിൽക്കുന്നതും. ഇങ്ങനെയുള്ള ഈ ചെടികൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മളിവരെ നടുക്ക് നട്ടിരിക്കുന്നത്. ചുറ്റിനും നമ്മൾ ക്രീപ്പേഴ്സിനെ വിട്ടു, നടുക്കായിട്ട് വെയിൽ ആവശ്യമുള്ള പച്ചക്കറികളെ നട്ടു. ഇവിടെയൊക്കെ കുക്കുംബറൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. ഇതേ കിടക്കുന്ന ഒരെണ്ണം, അത് നമുക്കിങ്ങ് പറിച്ചെടുത്തേക്കാം. നല്ല പരുവത്തിലുള്ളൊരു കുക്കുംബറാണ്. എൻ്റെ കുക്കുംബറിനെയൊക്കെ ഈച്ചയെന്നും കൊതുകിന്നും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഈ കുപ്പി പരിപാടി. അപ്പോൾ കുപ്പിയുടെ രണ്ടറ്റമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതിന് കുറച്ച് ഹോള് വിട്ട് നമ്മൾ ഈ കുഞ്ഞു കുക്കുംബർ ആകുമ്പോൾ തന്നെ അതിനെ ഇതിനകത്തങ്ങ് കെട്ടിത്തൂക്കും. ദേ ഇപ്പം ഞാനിത് അഴിച്ചെടുക്കുവാണ്. ഇതേ ഇങ്ങനെ നമുക്ക് സേഫായിട്ട് കുക്കുംബറിനെ അഴിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുപ്പിയുടെ ഈ പുറവശം ഞാൻ തുറന്നു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ പോരുകയും ചെയ്യും. നല്ല സൂപ്പർ കുക്കുംബർ, ഒരു കേടുപോലും ഇല്ലാത്ത. ഇതാണ് ഇപ്പം നമ്മൾ ഈ കുപ്പിക്കകത്തുനിന്ന് ഊരിയെടുത്ത കുക്കുംബർ. അപ്പോൾ ഈ കുക്കുംബർ നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് സാലഡിന് ഉപയോഗിക്കാം. പിന്നെ ഈ കുപ്പിയോ നമുക്ക് അടുത്ത കുക്കുംബറിന് വേണ്ടി കെട്ടിത്തൂക്കാം. അടുത്ത ആളെ സേഫായിട്ട് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുപ്പി റീയൂസ് ചെയ്യാം. ഇതിൻ്റെ വള്ളിയെല്ലാം അതേപടി ഇരിക്കുകയാണ്. ഇത് ഇതേപടി നമുക്ക് അടുത്തതിലേക്ക് കെട്ടിയാൽ മാത്രം മതി. അപ്പം സമയം കളയാതെ തന്നെ നമ്മളിപ്പോൾ ഊരിയെടുത്ത ഈ കുപ്പിയെ ഇതേ ഇവിടെ ഒരു കൊച്ചു കുക്കുംബറുണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് കെട്ടിയേക്കാം. അപ്പോൾ ഇവനെ നമുക്ക് സേഫായിട്ട് നിർത്തിയിട്ട് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ ഇവനിവിടെ സുഖമായിട്ടിരുന്നോളും. ഒരു ഈച്ചയോ കൊതുകോ ഒന്നും ഇവനെ തൊടില്ലെന്നേ. യാ, ദാറ്റ്സ് ഇറ്റ്. അവിടുന്ന് ഊരിയെടുത്ത കുപ്പി നമ്മളിതേ അടുത്ത കുക്കുംബറിന് വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തു. സോ ഇനി ഇവനും റെഡിയായി. മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കുപ്പി മാറ്റി അടുത്ത ആൾക്കും കൊട്ടിക്കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഉള്ളതാണ് തക്കാളി. അത് പല പ്രായക്കാരുണ്ട് കൊണ്ടിരിക്കും. കാരണം ഒരു സീസൺ കഴിയുമ്പോൾ ഈ ചെടി അങ്ങ് ചീത്തയായി പോകും. അപ്പോഴത്തേക്കും അതിന് ചെറുപ്പമുള്ളവരുടെ കായകൾ നമുക്ക് പഴുത്ത് കിട്ടി തുടങ്ങും. അതിനു വേണ്ടിയാണ് പല പ്രായത്തിലുള്ളവരെ നമ്മൾ വയ്ക്കുന്നത്. ഇവരൊക്കെ ചെറുപ്രായക്കാരാണ്. ഇതേ ചെറിയ കായകൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇവരെയൊക്കെ താഴെ വീഴാതെ നമ്മൾ കയറൊക്കെ കെട്ടി ഈ അയയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതേ ഇവരൊക്കെ മൂത്ത് പഴുത്ത് തുടങ്ങിയവരാണ്. ഇതേ ഇവിടെ ഇതിനകത്തുനിന്ന് കുറേയേറെ നമ്മൾ ഈയിടെ പറിച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് വഴുതന. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി ഇഷ്ടം പോലെ വഴുതനങ്ങ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മുടെ വെണ്ട, നമ്മുടെ താരം. ദേ വലിയ വെണ്ടക്കകളാണ്. പലതും ഞാൻ നിർത്തിയിട്ടുണ്ട് വിത്തെടുക്കാനായിട്ട്. കുറേയേറെ പേരെന്നോട് ആവശ്യപ്പെട്ട പ്രകാരം വിത്തിന് വേണ്ടി ഞാൻ ഇവരെ മൂക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് നല്ല സൂപ്പർ വെണ്ടയ്ക്ക കേട്ടോ. ഇത് കറി വെക്കുകയും മെഴുക്ക് പുരട്ടുകയും തോരൻ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുന്ന പച്ചക്കറികൾ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. വിഷരഹിതമായ ഓർഗാനിക് പച്ചക്കറികളും ഈ കടയിൽ നിന്ന് വാങ്ങുന്ന വിഷമടിച്ച പച്ചക്കറികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണേ. ഇതെൻ്റെ പുതിയ അതിഥിയാണ്. എനിക്കിവിടെ 4 കോളിഫ്ലവർ തൈകളാണുള്ളത്. അതിൽ ഒരാൾ ഇപ്പോൾ പൂത്തു. ദേ പൂകൾ ഇങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്, കൈയാണോ കാലാണോ വളരുന്നത് നോക്കിക്കൊണ്ട്. ഇതാണ് ചാർലിയുടെ ലോകം. ചാർലിയുടെ ലോകത്തു നിന്ന് പുറത്തോട്ടിറങ്ങിയാൽ ഇതേ ഇവിടെ ഒരു ഗേറ്റാണ്. ഈ ഗേറ്റ് കടന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ പുറവശം. ഇതാണ് ജോയുടെ ലോകം. ഇവരെ തമ്മി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ ഇവർ തമ്മി കണ്ടാൽ എന്താകുമെന്നുള്ളത് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഗേറ്റ് കടന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പോൾ ഇതേ ജോ കാത്തിരിക്കുക. ഇവിടെ നമുക്കൊരു മുന്തിരിയുണ്ട്. ഈ മുന്തിരി ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായതാണ്. എല്ലാ വർഷവും ചൂട് സീസൺ ആകുമ്പോൾ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് വിടും. നിറയെ കായ്ക്കും. കറുത്ത മുന്തിരിയാണ്. ഇങ്ങനെയുള്ള വള്ളിച്ചെടികളും പച്ചപ്പും ഒത്തിരി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഒത്തിരി അതിഥികളും വരാറുണ്ട്. അങ്ങനെ വന്ന് ഒരു കുടുംബത്തെ ഇട്ടിട്ട് പോയ വീടാണിത്.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളവർ വന്ന് കൂട് കൂട്ടി കുഞ്ഞുങ്ങളെയും വിരിയിച്ച് അവർ പറന്നു പോകും. എന്നിട്ടെന്തേ കൂട് നമുക്ക് സ്വന്തമാക്കി അവർ തന്നിട്ടും പൊക്കോളും. ഇതാണ് നമ്മുടെ താരം വെള്ളക്കാന്താരി. നിറച്ചങ്ങ് കായ്ക്കും. അത്യാവശ്യം ഒരു ചമ്മന്തി അരയ്ക്കണം. അതുപോലെ തന്നെ ഈ കാന്താരി വെച്ച് വേറൊരു സാധനം ഉണ്ടാക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ മുളക് പൊടിക്ക് പകരമായിട്ട് ഈ കാന്താരി അരച്ചാൽ മതി. എന്നിട്ട് ഗ്രില്ല് ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റാന്നേ. അപ്പം ഞങ്ങൾ ഇവിടെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ കാന്താരി. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള സൈഡ്. അപ്പം ഇവിടെയാണ് നമ്മുടെ കാന്താരി നിൽക്കുന്നതും. പിന്നെ ഇലച്ചെടികൾ, ഇത് ചീര, ഇത് ചുമന്ന ചീര, അതെ ഇവിടെയുള്ളത് പാലക് ചീര. ചുമന്ന ചീരയാണെങ്കിലും നിറച്ചുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഡെയിലി എടുക്കുകയാണ്. അന്നത്തെ തോരന് വേണ്ടിയിട്ട് അപ്പം വന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇവിടെയാണ് ഇഞ്ചി ഉള്ളത്, പിന്നെ ഉണ്ട ബ്രിഞ്ചോൾ. പാലക്ക് അടുത്ത വിളവെടുപ്പിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതായിരിക്കും എടുക്കുക കറിക്കായിട്ട്. എൻ്റെ നാരകം കണ്ടോ, നിറച്ച് കായ്ച്ച് നിൽക്കുക. ദേ ഇഷ്ടംപോലെ നാരങ്ങയാണ്. ഇത് നമ്മളെ നാരങ്ങ വെള്ളത്തിലെടുക്കുന്ന പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങ. ദേ ഇതൊരെണ്ണം നല്ല പഴുത്തിരിക്കുക. ഒരു ഗസ്റ്റ് വരുമോ, അത്യാവശ്യം നമുക്ക് നല്ല ദാഹിച്ച് ഓടി വരികയോ ചെയ്താൽ ഓടി വന്ന് നമ്മൾ നാരങ്ങ ഇതിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകും. ഇത് നമ്മൾ തൊലിയോടുകൂടി തന്നെ അങ്ങ് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കും. പിന്നെ ഇച്ചിരി തണുത്ത വെള്ളവും ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണം. രണ്ടും കൂടെ മിക്സ് ചെയ്തിടണം. സൂപ്പറാണ്. ഇവിടെയാണ് നമ്മുടെ ലൗലോലി മരം. നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ വൈനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നു. കാരണം ക്രിസ്മസിങ് അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത് അന്ന് തന്നെ നമ്മൾ വൈനിടും. പിറ്റേ ദിവസത്തേക്ക് വയ്ക്കില്ല. അതുകൊണ്ട് എനിക്കൊരു അവധിയുള്ള ദിവസം നോക്കി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ്, മിക്കവാറും പുള്ളിയാണ് എനിക്കിതിനെല്ലാം സഹായിച്ചു തരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഇത് മുഴുവൻ പറിച്ചെടുക്കും. എന്നിട്ട് പറിക്കുന്ന അന്ന് തന്നെ നമ്മൾ വൈനിടുകയും ചെയ്യും. ഇപ്പോൾ ഇത് കുറേ താഴെ പോയിട്ടുണ്ട്. അച്ചാറുകൾ നമ്മൾ കുപ്പിക്കണക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ലവലോലിക്ക അച്ചാർ. ഇതാണ് നമ്മുടെ മുളകുകളുടെ ഏരിയ. ഇവിടെ മുഴുവനും നമ്മൾ മുളകാണ് നട്ടിരിക്കുന്നത്. ഇവിടെ മുഴുവനും മുളകാക്കി. ഈ മുളക് തൈ എങ്ങനെ ഉണ്ടായെന്നറിയണ്ടേ? നമ്മൾ പൊടിപ്പിക്കാൻ മേടിച്ച വത്തൽമുളകില്ലേ, അതിൻ്റെ കുറേയേറെ അരികളിങ്ങനെ നമ്മൾ പൊടിപ്പിക്കാൻ എടുത്ത് കഴിയുമ്പോൾ താഴെ കിടക്കുമല്ലോ. ആ അരികളെല്ലാം പാകിയെടുത്ത് നട്ടുമുളപ്പിച്ച് ഇങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. ദേ ഇവരൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അധിക സമയമില്ല, ഇവരൊക്കെ കായ്ച്ചിരിക്കും. ആനവായിൽ അമ്പഴങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷേ സംഭവം സത്യമായിട്ടാ. ഇതാണ് ആ അമ്പഴങ്ങ. ഇത് നമ്മൾ അച്ചാറിടാനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പം ദേ ഇവിടെ വേറെ കൊലയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും കൊലച്ച് നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ഫ്രെയിമിൽ എപ്പോഴും ഒരാളെ കൂടെ കാണാം, എൻ്റെ കൂട്ടുകാരൻ. ഇത്രയേറെ ചെടികളും പൂക്കളും ഉള്ളിടത്ത് ഇവരില്ലെങ്കിൽ ഈ ഫാം എങ്ങനെ കംപ്ലീറ്റ് ആകും? ഇതാണ് എൻ്റെ തേനീച്ചക്കൂട്. എനിക്ക് ഇങ്ങനെ 2 കൂടുണ്ട്. ഇത് ചെറു തേനീച്ചകളാണ്. കാരണം ഇവിടെ നിറച്ച് പൂക്കളല്ലേ, അപ്പോൾ ഇവർക്ക് അവരുടെ ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടാവില്ല. കണ്ടോ, വരുന്നതും കയറുന്നതും പോകുന്നതുമൊക്കെ. ഇങ്ങനെ 2 തേനീച്ചക്കൂടാണ് എനിക്കുള്ളത്. ഒരു ഫാം കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് മീനുകളും വേണ്ടേ? ഇതാണ്ട് എൻ്റെ ഒരു ചെറിയ മീൻകുളവും അവിടെ നിൽക്കുന്ന ആമ്പലും. ഇത് നിറച്ച് ഗപ്പികളാണ്. നമ്മൾ വെറും 8 ഗപ്പികളെ കൊണ്ടുവന്നിട്ടതാണ്. ഇപ്പോൾ ഇത് നിറയായി. അങ്ങനെ നമ്മൾ വന്ന് പുറവശം ചുറ്റി മുൻവശം എത്തി.